എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നു. ആദരപുരസരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വശഫീനാ ഹബീബിനാ വസ്സലാമു അലൈനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട മാനാജി, വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, സാദാത്യങ്ങൾ, സദസ്സിലും ഉള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, SMF എന്താണ് എന്ന്, SMF എത്രമാത്രം ശക്തമാണ് എന്ന് ഈ സദസ്സ് ബോധ്യപ്പെടും. കണ്ടുള്ളവർക്ക് കാണാം, കാതുള്ളവർക്ക് കേൾക്കാം, ഹൃദയമുള്ളവർക്ക് ചിന്തിക്കാം. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ പാരമ്പര്യം പരിശോധിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മദീനയിൽ കൂടി കേരളത്തിലേക്ക് നൽകിയ സംഭാവനയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാംസ്കാരിക പൈതൃകം. ചരിത്രം പരത്തി പറയാൻ സമയമില്ല. വിഷയം വളരെ വലുതാണ്, സമയം വളരെ കുറവാണ്. കൊടുങ്ങല്ലൂരിലൂടെ ആരംഭം കുറിച്ച നമ്മുടെ ദൗത്യത്തിന് ശക്തി പകരാൻ സത്യത്തിൽ ചേരമാൻ പെരുമാൾ മഹാരാജാവ് റസൂലുള്ളാഹിയുടെ സമ്മതം എടുത്ത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം എടുത്ത് ഒരു ടീമിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് രോഗബാധിതനായി വഫാത്തായപ്പോൾ ഒന്നിച്ചുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പിന്നെ മടി തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനം നൽകി, നിങ്ങൾ യാത്ര തുടരണം, കേരളത്തിലേക്ക് പോകണം. അതൊരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നേരിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയുണ്ടാക്കുകയാണ്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത് 1500 വർഷം പഴക്കമുള്ള ഇസ്ലാമിക സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രയാണത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ചില പണ്ഡിതന്മാർക്കൊരു വിശ്വാസം, ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, മഹാനായ CHൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്ന അനുഭവം ഉണ്ടായി. അതൊരു നല്ല പ്രയോഗമാണ്. EMSനോട് CH പറഞ്ഞാണ്, തിരുമേനി അങ്ങ് കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുകയാണോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴും നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, തൗഹീദും ഷിർക്കും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തവരുമുള്ള ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക് എന്നവരെ പഠിപ്പിക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേതൃത്വം വഹിച്ച ആ സംവിധാനത്തിൻ്റെ കൂടെ ആ മുശാവറയിൽ പങ്കെടുത്ത മഹാനായ റയീസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തിദ് കടിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവരുകൾ അടുത്ത കാലം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. നമ്മൾ കണ്ടത് മൂപ്പരെയാണ്. ആ സമസ്തയുടെ പ്രയാണത്തിൽ ഇടക്കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. സമസ്തയുടെ മഹാന്മാരെ ആലിമ്യങ്ങൾ ഇരുന്ന് ആലോചിച്ചു. അന്ന് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സമസ്തയെ നയിച്ച മഹാനായ സദഖത്തുല്ലാ തങ്ങളുടെ കാലഘട്ടത്തിൽ ആലോചിച്ചു, നമുക്ക് ഭരണഘടനയിലൊരു മാറ്റം വരുത്തണം. 40 മുശാവറ അംഗങ്ങൾ എന്ന് പറയുന്നിടത്ത് എന്നാൽ ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ള സാദാത്യങ്ങളിൽ നിന്ന്
4-ൽ അധികരിക്കാത്ത ആളുകളെ മുഷാവറയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നതാണ് ഭേദഗതി. ചിലർ എതിർത്തപ്പോൾ അന്ന് മഹാന്മാരായ ആലിമീങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്: ബാഫക്കിത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും ഉൾപ്പെടുത്തേണ്ടതില്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാ എതിർപ്പും അസ്തമിച്ചു. ഐക്യകണ്ഠേനെ ആ ഭേദഗതി അംഗീകരിക്കപ്പെട്ടു. ബാഫക്കിത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും സമസ്ത മുഷാവറയിൽ മാത്രമല്ല, അന്നൊരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു മുഷാവറക്ക്, അതിൽ ഉൾപ്പെടുത്തി. ബാഫക്കിത്തങ്ങളുടെ പാണ്ഡികശാലയിൽ മീറ്റിംഗ് ചേരാറുണ്ട് ബാഫക്കിത്തങ്ങളുടെ അധ്യക്ഷതയിൽ. നമുക്കറിയാം, ഇന്ന് നാം വിദ്യാഭ്യാസ ബോർഡ്, അഭിമാനം കൊള്ളുന്ന വിദ്യാഭ്യാസ ബോർഡ്, മദ്രസ സംവിധാനം തുടക്കം കുറിച്ചത് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറൂഹു തങ്ങളവർകളാണ്. അങ്ങനെ നാൾ വഴികൾ ഓരോന്നും പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ അംസുസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ സമസ്തയെ കാത്തുരക്ഷിക്കാൻ മുമ്പോട്ട് വന്നത് പാണക്കാട്ട് കുടുംബമാണ്. എല്ലാ പ്രതിസന്ധികളും പാണക്കാട്ട് കുടുംബം സമസ്തയുടെ കൂടെ നിന്നിട്ടുണ്ട്. അന്നാണ് അഖിലയും വേണ്ട കൊകിലയും വേണ്ട സമസ്ത മതി എന്ന് പൂക്കോയത്തങ്ങൾ പ്രഖ്യാപിച്ചത്. പിന്നീട് വന്ന വെല്ലുവിളിയായിരുന്നു 87-ലെ വെല്ലുവിളി. ആ വെല്ലുവിളി വളരെ വലുതായിരുന്നു. അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് സമസ്തയെ താങ്ങി നിർത്താൻ രംഗത്ത് വന്നത് എന്ന വസ്തുത ചരിത്ര യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയില്ല. കാന്തപുരം ബഹുമാനായ കാന്തപുരം APU ബക്കർ മുസ്ലിയാർ കേരള ശബ്ദത്തോടത് പറഞ്ഞിട്ടുണ്ട് അന്ന്. ആ കേരള ശബ്ദത്തിൻ്റെ കോപ്പി ഇപ്പോഴും ഞാൻ ഇതുപോലെ സൂക്ഷിക്കുന്നു. മുസ്ലിം ലീഗും പാണക്കാട്ട് കുടുംബവും ഞങ്ങളെ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരെ എതിർക്കുന്നത്. അടിവരണം. AP നമ്മളെ എതിർക്കുന്നത് നമ്മൾ അവരെ എതിർത്തത് കൊണ്ടാണ്. ഇപ്പൊ ചിലർ പറയുന്ന മാതിരി എല്ലാം അർത്ഥം. അങ്ങനെ വളരെ സംശുദ്ധമായ ലക്ഷ്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടക്കാലത്ത് ചില ആളുകൾക്കതിൽ ചില രഹസ്യ അജണ്ടകൾ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. അതാണ് പ്രശ്നം. രഹസ്യ അജണ്ടകൾ. സമസ്തക്കൊരു നേരായ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയെ പൊളിച്ചു മാറ്റി മുസ്ലിം ലീഗിനെയും പാണക്കാട്ട് തങ്ങന്മാരെയും ഒക്കെ അവഗണിച്ച് മുമ്പോട്ട് പോകണം എന്നൊരു ചിന്ത വന്നു. അതിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ പറയുന്നു, കേരളീയ മുസ്ലിം സമൂഹത്തിൽ അല്ലാഹു തആല നൽകിയ നിഅമത്തുകളിൽ അതിപ്രധാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന് വേരോട്ടമുണ്ടായെന്ന് മാത്രമല്ല, പിന്നീട് അതിന് മങ്ങലേൽക്കാതിരിക്കാൻ അതിനു പറ്റിയ മഹാരഥന്മാരെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് വലക്കൽ മുല്ലക്കോയത്തുകൾ യമൻ പാരമ്പര്യമുള്ളതാണ്, യമനിൽ നിന്ന് വന്നവരാണ്. ഇന്ത്യൻ മുസൽമാന്മാരുടെ ഇസ്സത്തിന്റെ ഉടലാർന്ന പ്രതീകം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ മസ്ജിദുൽ ഹറാമിലെ ജന്നത്തുൽ മുഹല്ലയിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന് സമീപത്ത് ഉറങ്ങിക്കിടക്കുന്ന ഖായിദുൽ ഖൗം, ആ പാരമ്പര്യം യമനിൽ നിന്ന് വന്നവരാണ്. പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജയിലിൽ പോയിട്ടുണ്ട്. ആ മഹാന്റെ പാരമ്പര്യം യമനിൽ നിന്ന് വന്നവരാണ്. ആ സൂഫി വര്യനായ പളിങ്ക് പാത്രം, അവർ യമനിൽ നിന്ന് വന്നവരാണ്. ജയിലിൽ കിടന്നിട്ടുണ്ട് തങ്ങൾ. ഒരു കാലത്ത് തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ രാജിവെക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പോലീസ് അധികാരികൾ പറഞ്ഞപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞു.
2 ആഴ്ച മഞ്ചേരി ജയിലിൽ കിടന്നു. പിന്നെ കോഴിക്കോട്ടേക്ക് മാറ്റേണ്ടി വന്നു, ജനബാഹുല്യം നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട്. ആ പൂക്കോയത്തങ്കൽ പാരമ്പര്യം യമനിൽ നിന്ന് വന്നവരാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും കാലഘട്ടത്തിൻ്റെ മഹാ അത്ഭുതവുമായ മഹാനായ ശൈഖുന ശംസുൽ ഉലമായി EK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ അവരുകൾ ആ പാരമ്പര്യം യമനിൽ നിന്ന് വന്നവരാണ്. ആരാണ് ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ അവരുകൾ? ഞാൻ പറയുന്നു, വഖഫ് ബോർഡിൻ്റെ മുൻ ചെയർമാനായിരുന്ന അബ്ദുൽ ഗഫാർ മൗലവി ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശൈഖുന ശംസുൽ ഉലമയെ കേരളീയ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയുന്നത്, ഹറം ഷരീഫിലെ ഇമാം, സൗദിയുടെ ചീഫ് മുഫ്തി, 4 മദ്ഹബിലും ഫത്വ നൽകുമായിരുന്ന സയ്യിദ് മുഹമ്മദ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ അവരുകളെ പരിചയപ്പെട്ടതിന് ശേഷം കൈപിടിക്കാറില്ല, കണ്ടാൽ വടി പിടിച്ച് ചുംബിക്കും. ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വടി പിടിച്ച് ചുംബിക്കുന്നത്? ആ മഹാൻ പറഞ്ഞത്, ഈ മഹാനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എനിക്ക് അദബുകേട് തോന്നിയിട്ടാണ് കൈപിടിക്കാത്തത്. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട്, നമ്മുടെ സമസ്തക്കാരനല്ല കേട്ടോ, ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ് അബ്ദുൽ ഗഫാർ മൗലവി, തിരുവനന്തപുരത്തുകാരൻ, കോട്ടയംകാരൻ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറയുന്നു, ശംസുൽ ഉലമയെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്, പഴയ കാലത്ത് ഒരു നാട്ടിൽ മഴയില്ലാതെ ആളുകൾ വിഷമിച്ചു. ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നിർവഹിച്ചു, പക്ഷെ മഴ കിട്ടിയില്ല. അങ്ങനെ നിരാശരായി നിൽക്കുമ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പടച്ചോനെ, അല്ലാഹുവേ, എൻ്റെ ഈ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ച് തരേണമേ നാഥ എന്ന് പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്ന് മഴ ലഭിച്ചു. ആളുകൾ ഓടിക്കൂടി ഈ സ്വാലിഹായ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ പറഞ്ഞതിൻ്റെ അർത്ഥം, കണ്ണുകളുടെ ബർക്കത്ത് എന്ന് പറഞ്ഞത്? ആ മനുഷ്യൻ പറഞ്ഞു, അടുത്ത കാലത്ത് വഫാത്തായി പോയൊരു മഹാനായ വലിയില്ലേ, ആ വലിയനെ നിരവധി തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ട എൻ്റെ നഗ്ന നേത്രങ്ങളെയാണ് ഞാൻ മുൻനിർത്തിയത്. അപ്പോൾ ചില ആളുകൾ യുക്തിവാദം അവിടെ ഉന്നയിച്ചു, എന്നാൽ പിന്നെ അബൂജാലിൻ്റെ കണ്ണിനും ബർക്കത്ത് വേണ്ടി, പോരിശ വേണ്ടി റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലേ? ഈ സാലിഹായ മനുഷ്യൻ പറഞ്ഞു, റസൂലുള്ളാഹിനെ കണ്ടു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹിനെ, ഉമർ തങ്ങൾ കണ്ടിട്ടുണ്ട്, ഫാറൂഖ് തങ്ങളും വലിയ തങ്ങളും ഉസ്മാൻ തങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സഹാബാക്കൾ കണ്ടിട്ടുണ്ട്. അബൂജഹലിന് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അബൂജഹൽ കണ്ടത് ആമനയുടെ മകൻ മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അബൂജഹലിൻ്റെ കണ്ണിന് ബർക്കത്തില്ല, സഹാബാക്കളുടെ കണ്ണിന് ബർക്കത്തുണ്ട് എന്ന് മറുപടി പറഞ്ഞു. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ ഗഫാർ മൗലവി പറയുന്നു, നമ്മളാരും ശംസുൽ ഉലമയെ കണ്ടിട്ടില്ല. ശംസുൽ ഉലമയെ കണ്ടത് സൗദി അറേബ്യയിലെ ഹറം ഷരീഫിലെ ഇമാമായ സയ്യിദ് മുഹമ്മദ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതാണ് ശൈഖുന ശംസുൽ ഉലമാ തങ്ങൾ. അവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ആരോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ഷാഫിയാജൻ തോന്നുന്നുണ്ട്, എല്ലാം കിതാബുദ്ധി പഠിക്കലല്ല, കുറേയൊക്കെ കണ്ട് മനസ്സിലാക്കണം. കണ്ണസ് ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമ്മൾ ചിലത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ശൈഖുന ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ ചിലത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനവരുടെ ജീവിതത്തിൽ നിന്ന് ചിലത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കോയക്കോട്ട് ഉസ്താദ് പറയുന്നുണ്ടല്ലോ, കോയക്കോട്ട് ഉസ്താദ് ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ മുരീദാണ്. ഞാൻ ദർസ് നടത്തുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ചന്ദ്രിക അടുത്ത ഷോപ്പിൽ നിന്ന് കൊണ്ടുവരും. വൈകുന്നേരമാണ് ചന്ദ്രിക വായിക്കുക, അസറിന് ശേഷം. ഒരു ദിവസം ചന്ദ്രിക വായിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു, ലീഗ് സമ്മേളനത്തിന് ചാപ്പനങ്ങാടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചു. കോയക്കോട്ട് ഉസ്താദ് പറയുന്നു, ഞാൻ അപ്പം മനസ്സിൽ കരുതി, ചാപ്പനങ്ങാടി ഓറ് അള്ളാഹുവിൻ്റെ ആരിഫല്ലേ, എന്തിനാണ്ട് മൂപ്പർ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ മീറ്റിംഗ് പോയി ദുആ ചെയ്തത് എന്നെൻ്റെ മനസ്സിൽ കരുതിപ്പോയി. ആരോടും പറഞ്ഞിട്ടില്ല, മനസ്സിൽ കരുതിയിട്ടുള്ളൂ.
2 ആഴ്ച കഴിഞ്ഞ് മഹാനായ ചാപ്പനങ്കാടി ഉസ്താദിനെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം പറഞ്ഞത്, മോനെ, മുസ്ലിം ലീഗ് അങ്ങനെ തള്ളിക്കളയേണ്ട കേട്ടോ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും അംഗീകരിച്ച പാർട്ടിയാണ് കേട്ടോ, അത് രാഷ്ട്രീയ പാർട്ടിയായി തള്ളിക്കളയേണ്ടതല്ല. നമ്മൾ അതിലൂടെയൊക്കെ ചിലത് പഠിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, അങ്ങനെ ഒരു പാരമ്പര്യം. പാണക്കാട് സാദാത്തികളെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എത്രമാത്രം അംഗീകരിച്ച് ബഹുമാനിച്ചു എന്നറിയാമോ? സ്വന്തം ഭാര്യ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ വരാൻ കാത്തുനിന്നു. അതൊരു മാതൃകയാണ്, നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം അനുജൻ കാസർഗോഡ് ഖാദിയായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ മഹാനവറുകൾ വഫാത്തായപ്പോൾ ഇത്ര പണ്ഡിതന്മാരുണ്ട് ആ കുടുംബത്തിൽ. ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖ് ഉമറുൽ ഖാദിരി അവരുകൾ അടക്കം, ശൈഖുനാ ശംസുൽ ഉലമ അടക്കമില്ലേ? എന്നിട്ടും ശംസുൽ ഉലമ തങ്ങൾ പറഞ്ഞു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരട്ടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം വഹിക്കാൻ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാറും ഷെയ്ഖുനയുടെ കാറും അടുത്തടുത്ത് നിർത്തി. ഷെയ്ഖുനയുടെ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡ്രൈവറോട് ചോദിച്ചത്, തങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. എന്ത് കടുത്ത അതബ് കേടാണത്? തങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യുകയാണോ? അതിലൂടെ നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. ഷെയ്ഖുനയുടെ വാക്കുകൾ, പ്രവൃത്തികൾ. മദ്രസാധ്യാപകന്മാരെന്ന് മുഅല്ലിമീങ്ങളെ പറയുമ്പോൾ ഷെയ്ഖുന ഇഷ്ടപ്പെടാറില്ല. മുഅല്ലിമീങ്ങൾ അധ്യാപകരെന്ന് പറയരുത്. മഹത്തുക്കളായ മദ്രസ മുഅല്ലിങ്ങൾ ചേളാരിയിൽ വെച്ച് ഷെയ്ഖുനയുടെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രഹസ്യം. മഹത്തുക്കളായ മദ്രസ മുഅല്ലിങ്ങൾ, മദ്രസ അധ്യാപകന്മാരെന്ന് പറയുന്നത് പോലും ഷെയ്ഖുന ഇഷ്ടപ്പെട്ടിട്ടില്ല മുഅല്ലിമീങ്ങളെ. അതിലൊക്കെ ചില രഹസ്യമുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടായ്മ നിലനിൽക്കണം. ഉലമാ ഉമറ കൂട്ടായ്മ നിലനിൽക്കണം. മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ ക്ഷീണിപ്പിക്കാൻ പറ്റില്ല, അതിനെ ശക്തിപ്പെടുത്തണം. ആ നേതാക്കന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ച അതാണ്. എന്നാൽ ഇപ്പോഴോ ഞാൻ പറയുന്നു, നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുസ്ലിം ലീഗാണ്. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, കല്ലായി വിമതനായ കാലത്ത് ഭാഷാ സമരത്തിൽ കൊടിയും പിടിച്ച് പങ്കെടുത്ത ആളാണ് ഞാൻ. എൻ്റെ വാപ്പയും മുസ്ലിം ലീഗാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ നല്ല ലീഗുകാരനാണ്. പക്ഷെ ഒരു സ്വീപ്പാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കൂട്ടത്തിൽ. അവരുടെ പ്രസംഗം എന്താണ്? അടിയിലൂടെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വർത്താനാണ്, കുത്തുവാക്കാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മലയമ്മ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യമുണ്ട്, ഷാഫിയാജി ഉൾപ്പെടെ. ഫാസിസം ഇങ്ങനെ വരികയാണ്. ഫാസിസം 3-ാം തവണ പിണറായി വന്നാൽ 4-ാം തവണ BJP ആണെന്ന് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ആ പാലം പണിയാണ് നടക്കുന്നത്. ഇനി 5 കൊല്ലം കൂടി ചങ്ങായിക്ക് കിട്ടിയാൽ BJPയുടെ കയ്യിൽ കൊടുക്കും. എന്താണ് BJP എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണോ? 10,000-കണക്കിന് മദ്രസകളും 10,000-കണക്കിന് പള്ളികളുമുള്ള കേരളത്തിൽ, ഒരുപാട് അറബി കോളേജുള്ള കേരളത്തിൽ BJP ഭരിക്കുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ സ്ഥിതി എന്ത് എന്ന് നാം സ്വയം ചിന്തിക്കണം. അപ്പോഴാണ് ഇപ്പോൾ ക്യാമ്പയിൻ നമുക്കെതിരായിട്ട് ക്യാമ്പയിൻ. പഴയ കഥ പറഞ്ഞിട്ട് പറയാണ്, പണ്ട് EMSന്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയപ്പോൾ ഇവിടെ കോലിപ്പി പുതിയ തലമുറക്ക് കോലിപ്പി എന്ന് പറഞ്ഞാൽ തിരിയോ? കോൺഗ്രസ് ലീഗ് PSP കോലിപ്പി മുന്നണി ഉണ്ടായി. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കോൺഗ്രസ് മന്ത്രിസ്ഥാനം നൽകിയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടി, എന്നിട്ട് 2 മന്ത്രിസ്ഥാനം നൽകി. ഇങ്ങനെ പോരിശ പറയാണ് ചില പോരിശ പറയാൻ. ഇടയ്ക്ക് പറയുകയും ചെയ്യും, രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടണ്ട. ഞാൻ അവരെ പറ്റി പറയുന്നു, അവർ കിണറ്റിലെ തവളകളാണ്. തവളകൾ കൂപമുണ്ടുവെന്ന സാഹിത്യത്തിൽ പറയാം.
രാഷ്ട്രീയമില്ലെങ്കിൽ ഇന്ത്യയിൽ മതമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയാണ് ഈ മതത്തിന് സംരക്ഷണം നൽകുന്നത്. മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഡോക്ടർ അംബേദ്കറും ഉൾപ്പെടെ ഭരണഘടന രൂപം നൽകുന്ന സമയത്ത് മതസ്വാതന്ത്ര്യം മൗലികാവകാശമായി ഉൾപ്പെടുത്തി. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വിശ്വസിക്കുവാനും ആരാധിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും. അപ്പൊ ഖായിദെ മില്ലത്ത് പറഞ്ഞു പ്രചരിപ്പിക്കുവാനും ഉള്ള അവകാശം. ചിലർ എതിർപ്പുണ്ടായി. പ്രചരിപ്പിക്കുവാനും എന്ന അവകാശം മൗലികാവകാശമാക്കരുത്. ആ തർക്കം വന്നപ്പോൾ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 75 വർഷങ്ങൾക്ക് മുമ്പ് 1951 പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഭാവിയിൽ ദേശസ്നേഹത്തിന്റെ ആട്ടിൽ തോലണിഞ്ഞ് നടക്കുന്ന ഹിന്ദുത്വവാദികൾ മതേതര ജനാധിപത്യ ഇന്ത്യക്ക് ഭീഷണിയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ജനാധിപത്യ മതേതരവാദിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ്ജിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ പോരാ, അതിശക്തമായ പിന്തുണയോടെയാണ് പ്രചരിപ്പിക്കുവാനും എന്ന അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടനയിൽ. ആ ഭരണഘടനയുടെ തണലിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിലൂടെയാണ് നാം ഇവിടെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. അതുണ്ടാക്കിയത് രാഷ്ട്രീയക്കാരാണ്. എന്നിട്ട് രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടേണ്ട, ഒറ്റ ലക്ഷ്യമുള്ളൂ, വടകണ്ട തങ്ങളുടെ ലീഗുകാർ അതാ പരിപാടി, ഒരേ ലക്ഷ്യം മാത്രം. ഞാൻ പറയുന്നു, ഇങ്ങനെ പറയുന്നവർ കണ്ണട മാറ്റിവെക്കണം. അത് കുഴപ്പമാണ്, കണ്ണടയുടെ കുഴപ്പമാണ്. ലീഗ് വിരുദ്ധ കണ്ണടയുണ്ട്, അത് മാറ്റിവെച്ചാൽ ഇതൊക്കെ മാറും. പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും എതിർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നവർ ആ ലക്ഷ്യം മാറ്റി നിർത്തി മുമ്പോട്ട് വന്നാൽ മാത്രമേ കേരളത്തിൽ ഐക്യമുണ്ടാകൂ എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് പുതിയ തലമുറ നിർവഹിക്കേണ്ടത് എന്ന് ഞാൻ വിനയപുരസനം അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് സത്യത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, മായനാജി പറഞ്ഞിട്ടല്ലോ, അത് മതി. അതെന്നെയാണ് എൻ്റെ ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നത് മായനാജിക്ക്. മായനാജിക്ക് ഞാൻ പിന്തുണ പ്രഖ്യാപിക്കാൻ ആ കാര്യത്തിൽ ഞാനിപ്പോൾ പേര് പറയുന്നില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് പറയാൻ പറ്റുമോ? കോമൺ സെൻസ് ഉള്ളവർക്ക് വളരെ വ്യക്തമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയല്ല സമസ്തക്ക്, ആണോ? 89 പ്രതിസന്ധിയിൽ ഞാനും മായനാജിയും മുഹമ്മദ് ഫൈസിയും ഒക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ സമീപിച്ചു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. ബഹുമാനായ AP ഇത് കൊണ്ടുപോകും. മഹാനായ ഷെയ്ഖുനയോട് പറഞ്ഞപ്പോൾ ഷെയ്ഖുന പറഞ്ഞത് ഉടനെ തങ്ങളെ വിളിക്കാനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരുപോലെയാണോ? ഇമ്പിച്ചു ബാബനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ആര്യാട് മുഹമ്മദിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ആകെ വിളിക്കാൻ പറഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. തങ്ങളെ വിളിച്ചു. തങ്ങൾ ആ സമ്മേളനം ബഹിഷ്കരിക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതൃസ്ഥലത്തിന്റെ മാധുര്യം മറന്നുപോയ വർഗവഞ്ചക പരിശകളായി നിങ്ങൾ മാറരുത് എന്ന് ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഉമ്മാന്റെ മുലപ്പാലിനോട് നന്ദി വേണം. ആ തങ്ങളാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മൾ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണാനന്തര ബഹുമതി കൂടിയാണത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പാണക്കാട് തങ്ങളില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നിങ്ങൾ ആലോചിക്കണം. എല്ലാ മഹല്ലുകളെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. എല്ലാ നേതാക്കന്മാരെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. അതന്നെയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ ഒരവസരം പറഞ്ഞത്, എല്ലാ ലീഗ് ആഫീസും സമസ്തൻ്റെ ആഫീസാക്കണം. അല്ലേ കുട്ടി സദാരിമി? സുന്നി ആഫീസാക്കണം. അത്രയേറെ കടപ്പാടുണ്ട്.
പാണക്കാട്ട് കുടുംബത്തോട് അത്രയേറെ കടപ്പാടുണ്ട് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം. നന്ദികെട്ട വർത്തമാനം പറയാൻ, നന്ദികെട്ട വർത്തമാനം. ഏതാണ് ഇക്കാലം മഹല്ലുകളിൽ നിരീശ്വരവാദം, യുക്തിവാദം, ദൈവനിഷേധം, ഇതൊക്കെ വളരുന്ന കാലത്ത് ഏത് പാർട്ടിനെയാണ് നിങ്ങൾ സഹായിക്കുന്നത്? ഏതായി പാർട്ടി? ആ കൂട്ടരേതാണ്? ഒന്ന് മനസ്സിലാക്കിയ പോലെ ഒരനുഭവം, ഒരു മുടി വിവാദം ഉണ്ടായല്ലോ. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ചോദിച്ചു എന്താണ് അഭിപ്രായം? അത് ബോഡി വേസ്റ്റാണ്, ബോഡി വേസ്റ്റ്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു എന്താണ് അഭിപ്രായം? അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഞാൻ പണ്ഡിതനല്ലല്ലോ, എങ്കിലും ഞാൻ പറയട്ടെ, അതൊരു സാധാരണക്കാരൻ്റെ മുടിയല്ലല്ലോ, അവഗണിച്ച് തള്ളരുത്. എത്ര കിൻഡൽ ഘനമുള്ളതാണ് അഭിപ്രായം, ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം. ഞാൻ പറയുന്നു, എനിക്ക് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹവും ബഹുമാനവും 100 ഇരട്ടി വർദ്ധിച്ച് ശതഗുണീഭവിച്ചത് ആ ഒറ്റ വർത്താനാണ്. റസൂലുള്ളാഹിന്റെ മുന്നപ്പറ്റത് സാധാരണക്കാരൻ്റെ മുടി അല്ലല്ലോ. എത്ര മനോഹരമാണ് വിലയിരുത്തൽ. മറ്റേ ചങ്ങായി പറഞ്ഞത് ബോഡി വേസ്റ്റ്, ബോഡി വേസ്റ്റ്. ഞാൻ പറയും അത് വെച്ച് മാത്രം വിലയിരുത്താം പ്രസ്ഥാനങ്ങളെ. അത് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, 50-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന SMF, 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയുടെ നട്ടെല്ലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. 100 വർഷം സമസ്തക്ക് പൂർത്തിയായി. സമസ്തക്ക് വേണ്ടി പ്രസംഗിക്കുന്ന വാർഷികം പരിശോധിച്ചാൽ 55 കൊല്ലം എനിക്കും പൂർത്തിയായി. 55 കൊല്ലമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് സമസ്തക്ക് വേണ്ടി. 55 വർഷമായി. നിങ്ങൾക്കറിയാമോ, SMFന്റെ സ്ഥാപക കാലഘട്ടത്തിൽ ഭരണഘടന അംഗീകരിക്കാൻ വേണ്ടി ഒപ്പുവെച്ച് റൈഷാഫി നൽകിയ 4 പേർ ജീവിച്ചിരിപ്പുണ്ട്. അതിലൊന്ന് നെല്ലായ കുഞ്ഞു മുസ്ലാവറുകളാണ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ വയനാട് ഉസ്താദാണ്. 2 ഉമറാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ആരാണെന്നറിയുമോ? ഒന്ന് നമ്മുടെ അധ്യക്ഷൻ മായനാജിയാണ്, മറ്റൊന്ന് ഈ വിനീതനായ കല്ലായിയാണ്. അതാണ് പാരമ്പര്യം. 4 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. കരീം സാഹിബ് പാലക്കാട് 5 പേർ ജീവിച്ചിരിപ്പുണ്ട്. ബാക്കിയെല്ലാം വഫാത്തായിപ്പോയി. ഞാൻ പറയുന്നു, അത്ര പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. 100 വർഷം പൂർത്തിയായ ചരിത്രയെ നെഞ്ചോട് കെട്ടിപ്പിടിക്കാൻ ഒരു അവസരമുണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളായി വിജയിപ്പിക്കുക. അത് നമ്മുടെ ദൗത്യമാണ്, ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയുക. അത് സമസ്തേൻ്റെ ആരുമല്ല, സമസ്തേൻ്റെ ബോഡി വേസ്റ്റാണ്. അല്ലേ മഹാരാജ്? നിങ്ങൾ വേറെന്താ പറഞ്ഞത്? മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരവസരം, ഇവൻ ഒരു തമാശക്കാരനാണ്, അല്ലേ? ഒരു തമാശക്കാരനാണ്. കൽപ്പറ്റയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് ആരോ ചോദിച്ചു, കോമാളിയാണോ? ഞാൻ പറഞ്ഞു, അത് സമസ്തക്ക് പറ്റൂല. സർക്കസ് ആണെങ്കിൽ കോമാളിയാണ്, സമസ്ത ആയതുകൊണ്ട് കോമാളിയല്ല. സമസ്തയുടെ നയമല്ല അദ്ദേഹം പറയുന്നത്. സ്വന്തം അഭിപ്രായകരെ വിളിച്ചു പറയാണ്. തൊള്ളേ തോന്നിയത് കോന്തക്ക് എന്താ പറഞ്ഞു മായനാജി, അല്ലേ? വായിൽ തോന്നിയത് കോന്തക്ക പാട്ടെന്ന്. അങ്ങനെ പലതും പറയും. അത് പാണക്കാട്ട് തങ്ങളെ പറ്റി അവസാനം പറഞ്ഞ് നിങ്ങൾ എടുത്തേറിയോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കുടുംബം തേച്ചു രക്ഷപ്പെടൂല, അല്ലേ? പറഞ്ഞില്ലേ അവര്? ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഉദ്ധരിച്ചു കൊണ്ടുപോലും പാണക്കാട്ട് കുടുംബത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ പാണക്കാട്ട് വിരോധം അന്ധമായ രാഷ്ട്രീയ വൈരനിരതര ബുദ്ധിയാണ്, ലീഗ് വിരോധമാണ്. എൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, സമസ്തയുടെ
ഊന്നുപടിയാണ് SYS എന്ന് ഷെയ്ഖുനാ ശംസുൽ ഉലമായി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹു തങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമസ്തയുടെ നട്ടെല്ലാണ് SMF എന്ന് ഈ സമ്മേളനം തെളിയിക്കുന്നുണ്ട്. ഇതേ സൗകര്യം ഇതിൻ്റെ താഴെയുണ്ട്, ബേസ്മെന്റിൽ. അവിടെയും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത്രയേറെ ജനനിബിഡമായ ഒരു ഉമറ കോൺഗ്രസ് സംഘടിപ്പിക്കാൻ സാധിച്ച SMF-ന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം അതൊരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടി അള്ളാഹു സ്വാലിഹായ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, നമുക്ക് വേണ്ട നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരോടൊപ്പം ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേർവഴിയുടെ നാൾവഴി എന്ന